ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാതെ CPI-യും അംഗത്വം പുനഃസ്ഥാപിക്കാൻ 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും പരിഗണിക്കാതെ സംസ്ഥാന സെക്രട്ടറി. ലഹരി കേസിൽ പ്രതിയായപ്പോഴായിരുന്നു അംഗത്വം മരവിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ബ്രാഞ്ച് അംഗമായിരുന്നു ബിനീഷ് കോടിയേരി. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, 2020 മറ്റോ അല്ലേ, 22 മറ്റോ ആണ് അംഗത്വം റദ്ദാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ അന്വേഷണ ഏജൻസി പൂർണ്ണമായും ബിനീഷിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, നർക്കോട്ടിക് കേസിൽ ഒരു തെളിവ് പോലും ശേഖരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. പക്ഷേ അപ്പോഴും പലതവണയായിട്ട് അംഗത്വം പുതുക്കാൻ ശ്രമിച്ചു. സംസ്ഥാന നേതൃത്വം അതെല്ലാം നിഷ്കരണം തള്ളുകയായിരുന്നു. ഇപ്പോഴും പുതുക്കാൻ ശ്രമിച്ചു, തള്ളിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് കാരണം ബിനീഷിന് അംഗത്വം നിഷേധിക്കാൻ? ഈ കേസുള്ളത് കൊണ്ടാണോ? അരുൺകുമാർ, കഴിഞ്ഞ ഇപ്പോൾ ഉള്ളതിന് തൊട്ട് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ്, അതായത് 2021-22 സമയത്താണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായ പശ്ചാത്തലത്തിൽ അന്ന് കളയുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കുറ്റവിമുക്തനാക്കിയുള്ള റിപ്പോർട്ട്, അരുൺ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ബിനീഷ് കോടിയേരിക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ബിനീഷ് കോടിയേരി കുറ്റവിമുക്തനാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗസ്ഥാനം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരി പാർട്ടിയെ സമീപിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയാണ് സമീപിക്കുന്നത്. 4 തവണ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തോടെ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞു. അതായത് സംസ്ഥാന കമ്മിറ്റിയാണ് ഒരു പാർട്ടി, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പോലുള്ള ഒരാളുടെ പാർട്ടി അംഗത്വം റദ്ദാക്കാനുള്ള തീരുമാനം അന്നെടുത്തത്. അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണമെങ്കിലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു യെസ് ജില്ലാ കമ്മിറ്റിക്ക് വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദിച്ചത്. ഓരോ തവണയും ഓരോ മറുപടിയായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. 2 ദിവസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം എടുത്തിട്ടപ്പോൾ അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.